ചർച്ചകൾ കോൺഗ്രസുമായുള്ള ചർച്ചകൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ലാത്തൊരവസ്ഥയുണ്ടോ? അല്ല, ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഇരു കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നതേ ഉള്ളൂ. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ മുന്നണിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായി വരും. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് കേരള കോൺഗ്രസ് എത്തിയോ? എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യുന്നതാണല്ലോ ഒരു മുന്നണി സംവിധാനം. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു പോകുന്ന ഒരു മുന്നണിയാണ് ഒരു മുന്നണിയുടെ ഏറ്റവും ഒരു കെട്ടുറപ്പിന് ഏറ്റവും അനുയോജ്യം. പരസ്പരമുള്ള വിട്ടുവീഴ്ചയും പരസ്പരമുള്ള സഹകരണങ്ങളുമാണ്. കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ജോസഫ് വിഭാഗം മത്സരിച്ച പല സീറ്റുകളും ആവശ്യപ്പെടും. ഇടുക്കിക്കും ഏറ്റുമാനൂരിനും പുറമെ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് എൻ്റെ എന്നിങ്ങനെ കേൾക്കുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ ഒരു സീറ്റ് ചർച്ച ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകളുണ്ടാവും. അന്തിമമായിട്ടുള്ള തീരുമാനം ഇരു കക്ഷികളും ചേർന്നിരുന്ന് ഉള്ള ഒരു ആലോചനയിലേ ഉണ്ടാവത്തുള്ളൂ. ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ഇടുക്കി സീറ്റ് അടക്കം വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇടുക്കി ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലമാണ് ഉള്ളത്. അതിൽ തൊടുപുഴയിൽ UDF ജയിച്ചു. PJ ജോസഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് 24,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പീരുമേട് സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന സ്ഥാനാർത്ഥി 1,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ദേവികുളത്ത് ഏതാണ്ട് 7,000 ചില്ലാൻ വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉടുമ്പൻചോലയിൽ 38,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് 5,000 ചില്ലാൻ വോട്ട് പരാജയപ്പെട്ടു. അപ്പം ഇത് ഇടുക്കിയുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ 5 നിയോജകമണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ മുന്നണി ഒരു സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണനകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടല്ല, ആരോഗ്യപരമായ ഒരു തീരുമാനങ്ങളുമായിട്ട് മുന്നണി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. അല്ല, ഇവർ പറയുന്നത് വിജയ സാധ്യതയാണല്ലോ കോൺഗ്രസ് പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സാധ്യത പറയാൻ നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 77 സീറ്റുകളില്ല. അങ്ങോട്ട് പോയ ജോസ് കെ മാണി വിഭാഗത്തിന് അവർക്കൊരു മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്ത കുറ്റ്യാടി പോലെയുള്ള സീറ്റുകൾ, അതുപോലെ ചാലക്കുടി സീറ്റ്, പെരുമ്പാവൂർ സീറ്റ്, അതൊന്നും ഒരു മണ്ഡലം കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരു പാർട്ടി കൊടുക്കാൻ. അതാണ് ഒരു മുന്നണി സംവിധാനത്തിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക. അല്ല, മാതൃകയാക്കണം എന്നല്ല പറഞ്ഞു, ഒരു മുന്നണി സംവിധാനത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ന് പറയുന്ന ചില ആരോഗ്യപരമായിട്ട് മുന്നണി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം UDF തന്നെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി 93 സീറ്റിലും ആണ് മത്സരിച്ചത്. 22 സീറ്റും ഏതാണ്ട് ഒരു 20% സീറ്റുകൾ അവർ വിജയിച്ചു. കേരള കോൺഗ്രസ് പാർട്ടി 10 സീറ്റിൽ മത്സരിച്ചു. 2 സീറ്റിൽ അതും 20% ആളുകളെ വിജയിപ്പിക്കാൻ സാധിച്ചു. പല ജില്ലകളിലും നമ്മൾ പരാജയം ഏറ്റുവാങ്ങിയ സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ് പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. ഉദാഹരണം കുട്ടനാട്, ആലപ്പുഴ ജില്ലയിൽ കേവലം 5,000 വോട്ടുകൾക്ക് എന്തുമാണ് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ്. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായ രീതിയിലാണ്. അത് മുന്നണി ഒരു സംവിധാനത്തിൽ ഘടകകക്ഷികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസം. കേരള കോൺഗ്രസ് അല്പം സ്വരം കടുപ്പിക്കുകയാണോ? ഇതുവരെ ഉണ്ടായിരുന്ന ചർച്ചകളിലുള്ള കേരള കോൺഗ്രസിന്റെ സ്വരത്തിലല്ലല്ലോ കാര്യങ്ങൾ മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ടോ? ഇല്ല, കേരള കോൺഗ്രസിന്റെ സ്വരം ഘടിപ്പിക്കുന്നത് അബു ജോൺ ജോസഫ് അല്ലല്ലോ. പാർട്ടിക്ക് ഉന്നത നേതൃത്വമുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നുള്ളൂ. ഇത് പാർട്ടിയുടെ ഒരു സ്വരം ഘടിപ്പിക്കലാണെന്നും കേൾക്കണ്ട. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. ഈ പാർട്ടിയിലെ പല പ്രവർത്തകരുടെയും പൊതുവികാരം ഇതാണ്. കാരണം ഒരു ഘടകകക്ഷികളെ സീറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് മുന്നണി സംവിധാനത്തിൽ നമ്മുടെ സീറ്റുകൾ മാക്സിമം ജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് മുന്നണി ചർച്ചകൾ പുരോഗമിക്കണം എന്ന് തന്നെയാണ് ഈ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരുടെയും വികാരം. ഈ പറയുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുമോ എന്നുള്ള ചോദ്യം കൂടെ ഉണ്ടല്ലോ. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത്. ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു ചിഹ്നം നോക്കിയാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ആ മുന്നണിക്ക് പ്രസക്തി ഇല്ലല്ലോ. മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ഈ മുന്നണിയിൽ പല ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്, പല ശക്തി കേന്ദ്രങ്ങളുണ്ട് പല പാർട്ടികൾക്കും. അങ്ങനെ ഒരു ആലോചന തന്നെ ശരിയല്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. വിജയ സാധ്യത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാനദണ്ഡമല്ല.
അത് ഏത് പാർട്ടി ആയാലും ഏത് ചിഹ്നമായാലും വിജയസാധ്യത എന്നുള്ളതായിരിക്കണം അടിസ്ഥാനപരമായ മാനദണ്ഡം. ഈ ഇപ്പം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിലും ഏറ്റുമാനൂരും അടക്ക മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടി ഈ മണ്ഡലങ്ങളിലെല്ലാം ആളല്ല, പല പേരുകളുമുണ്ട്. വിജയസാധ്യത തീർച്ചയായിട്ടും അത് മുന്നണി സംവിധാനത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വിജയസാധ്യത സ്ഥാനാർത്ഥികളുടെ എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അതിനാൽ പാർട്ടി ചെയർമാൻ തുടർച്ചയായി മത്സരിക്കുന്ന തൊഴിൽ സീറ്റ് ഇത്തവണ അതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. മറിച്ച് ആരെങ്കിലും ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇവിടെ സ്ഥാനാർത്ഥി ആരാണെന്നോ സ്ഥാനാർത്ഥി മാറുമെന്നോ എന്നോ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം വരാത്തിടത്തോളം കാലം ഇതിനെ മറിച്ചൊരു അഭിപ്രായം ഈ പാർട്ടിക്കില്ല എന്ന് തന്നെ കരുതിക്കൊള്ളുക. സ്ഥാനാർത്ഥി മാറ്റം ഔദ്യോഗികമായിട്ട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇത് ഈ സസ്പെൻസ് നിലനിർത്തുന്നതുകൊണ്ടാണ്. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ നീണ്ട നാളായി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോഴും ആരാണ് സ്ഥാനാർത്ഥി എന്ന് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു സസ്പെൻസ് ഇല്ല. 10 നിയോജക മണ്ഡലങ്ങളിലും ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥികളുടെ പേരും അങ്ങനെയല്ലല്ലോ യുഡിഎഫുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ ഒരു ഇമ്മച്ചുവറാണ്. നമ്മൾ നേരത്തെ കയറി ഇവിടെ ഇയാളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതൊക്കെ ഒരു പാർട്ടി സംവിധാനത്തിൽ വളരെ വളരെ ഒരു ഇമ്മച്ചുവറാണ്. നമ്മളൊരു നേരത്തെ കയറി അങ്ങനെ പറയേണ്ട കാര്യമില്ല. പാർട്ടിയുടെ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പാർട്ടിയുടെ കമ്മിറ്റി ചേർന്ന് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥികളെ നിയോഗിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തും. അതിനുശേഷം പാർട്ടി ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അത് പൊതുസമ്മേളനം വിളിച്ച് പറയുന്നതാണ് പാർട്ടിയുടെ ഒരു പൊതുവായ കീഴടക്കം. ആ രീതിയിൽ തന്നെ എല്ലാ സീറ്റുകളുടെ കാര്യത്തിലും കഴിഞ്ഞ പ്രാവശ്യവും ആരാണ് സ്ഥാനാർത്ഥി എന്ന് നേരത്തെ ആരും ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ പാർട്ടി ചെയർമാന് മത്സരം സ്ഥാനാർത്ഥികള് ഒരു പകുതിക്ക് മുകളിലുള്ള ആളുകളെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. 2 ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മറ്റു മുന്നണിയിലുള്ള മറ്റു പാർട്ടികളുടെ ചർച്ചകൾ എത്രത്തോളം അത് ഉണ്ടായതാണ്. പക്ഷേ അതിനകത്തുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സീറ്റുകളാകാന്നുള്ളത് മുന്നണിയുടെ പൊതു സംവിധാനത്തിൽ അത്രയെങ്കിലും സീറ്റുകളിൽ ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളത് അതൊരു മുന്നണിയുടെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അല്ല, അങ്ങനെ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ജോസഫ് വിഭാഗത്തിലെ ഇത്രത്തോളം സ്ഥാനാർത്ഥികളുടെ ചർച്ചകളൊന്നും 1-2 ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് നമ്മളൊരു കാലതാമസം എന്ന് പറയുന്ന കാര്യമില്ല. ഇന്നിപ്പം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്, അവരുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇത് ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് മുന്നണിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത ബാധിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സുസജ്ജമാണ്. ഐക്യനാധിപത്യ മുന്നണി ഉറപ്പായിട്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ. ഈ പാർട്ടി ചെയർമാന്റെ തീയതി എനിക്ക് ഇന്നോ നാളെയായിട്ട് നിശ്ചയിക്കുമായിരിക്കും. പാർട്ടി ചെയർമാന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പലപ്പോഴും. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ നേതാവും ഓടി നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടെ ഈ തൊടുപുഴയിൽ നടന്ന UDFന്റെ മഹാസമ്മേളനത്തിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി വീരോചിതമായി ഈ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഓടി നിന്ന പാർട്ടി ചെയർമാന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അത്ര സജീവമായിട്ടുള്ളൂ എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ജില്ലകളിലാണ് ഓടി നടന്നത്. ഇതിപ്പോ ഒരു നിയമമണ്ഡലത്തിൽ ഓടി നടക്കാൻ അത്രയും കൂടുതൽ മതി. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ MLA ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണം മണ്ഡലത്തിൽ MLA കഴിഞ്ഞ 10 വർഷത്തെ വിജയ ജോസഫ് ഈ മണ്ഡലത്തിലെ ഭരണത്തില്ലാതെ കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ വേണം നിങ്ങൾക്ക് തരാം. അത് എന്ന് പറയുന്നത് ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. തൊടുപുഴയിലെ ജനങ്ങളാരും പറയത്തില്ല വിജയ ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഭരണത്തിൽ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ഭരണകക്ഷി ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാണ്ട് നിർത്തലാക്കി വെച്ച പോലെയുള്ള സാഹചര്യത്തിൽ പോലും തൊടുപുഴയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈയിടയ്ക്ക് മതഭൂമിയാണോ നിങ്ങളുടെ ഇതൊരു സർവേയിൽ 72% MLA എന്ന രീതിയിൽ വിജയ ജോസഫിന് തൊടുപുഴയിലുള്ള അംഗീകാരം ആ ഒരു സർവേയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നൊരു ഇവിടെ എതിര് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് വെള്ളം പറയാറ്. BJP എല്ലാ നിയോജകമണ്ഡലം മാർച്ച് ഇന്നലെ ഇടുക്കിയിൽ ഞാൻ പോയപ്പോൾ അവിടെ റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് അവരുടെ മാർച്ച് കണ്ടു. എല്ലാ നിയമമണ്ഡലം BJP ഒരു നടത്താൻ വേണ്ടി ഏതൊരു കടമ കഴിക്കുന്ന പോലെ ഒരു മാർച്ച് എന്നല്ലാതെ അവർക്ക് എന്താ പറയാനുള്ളത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.